ഒരു വിദേശത്തു നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ദുബായിലേക്കാണ് നമ്മൾ പോകുന്നത്. ദുബായിലെ രസകരമായ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദുബായിലെ പരമ്പരാഗതമായ യാത്രാ സംവിധാനമായ അബ്രകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുബായ് ദേരയ്ക്കും ബദുബായ്ക്കും ഇടയിലൂടെയാണ് അബ്ര സർവീസുകളുള്ളത്. ദുബായിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗം കൂടിയാണ് അബ്രകൾ. ദുബായ് ക്രീക്കിലൂടെ ഈ കുഞ്ഞൻ ബോട്ടിലുള്ള യാത്ര നൽകുന്ന അനുഭവം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പതിറ്റാണ്ടുകളായി പ്രവാസികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു യാത്രയുടെ കഥയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമുള്ള നാടാണ് UAE. മരുഭൂമിയിൽ സ്വർഗം പണിത നാട്. എന്നാൽ പഴമയെയും തനിമ വിടാതെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് അറിയണം. അതിന് ഏറ്റവും വലിയ കാഴ്ചയാണ് ഈ അബ്ര. ദുബായ് നഗരത്തെ രണ്ടായി തിരിക്കുന്ന നീർച്ചാൽ എന്ന് വേണമെങ്കിൽ ഈ കാണുന്ന ക്രീക്കിനെ പറയാം. ഈ ക്രീക്കിന്റെ ഒരു ഭാഗത്ത് ബർദുബായാണ്, മറുഭാഗത്ത് ദേരയാണ്. ഈ ദേരയ്ക്കും ബർദുബായ്ക്കും ഇടയിൽ ആളുകളെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന പരമ്പരാഗത ബോട്ടാണ് ഈ അബ്രകൾ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ഈ അബ്രകളുടെ കഥ പറയാതെ ദുബായിയുടെ കഥ പൂർണ്ണമാവില്ല. ഒരു ദിർഹമാണ് ഈ അബ്രയിൽ യാത്രയ്ക്കായി നൽകേണ്ട കടത്തുകൂലി. 20 ആളുകൾക്ക് വരെ ഒരേ സമയം അബ്രയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സഞ്ചാരികൾ ഈ അബ്രയുടെ ഇരുവശങ്ങളിലുമായി ഇരു കരകളിലേക്ക് നോക്കിയാണ് ഇരിക്കുക. അബ്രയുടെ ഒത്ത നടുക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ ബോട്ട് നിയന്ത്രിക്കുക. ഈ കുഞ്ഞു കപ്പലിന്റെ കപ്പിത്താനാണ്. അബ്ര എന്ന പേര് ആദ്യം കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നുമെന്ന് ഉറപ്പാണ്. അറബിയിൽ മറുകറിയെത്തൽ, കുറുകെ കടക്കൽ എന്നെല്ലാം അർത്ഥം വരുന്ന അബ്ര എന്ന വാക്കാണ് പിന്നീട് അബ്രയായി മാറിയത്. ഒരു കാലത്ത് നിരവധി മലയാളികൾ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് 1-2 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. इधर 10 आदमी बैठ सकते हैं, इधर 10 आदमी। सुबह 6 बजे स्टार्ट हो रहा है, रात 12 बजे बंद होता है। गोल्ड सूप और देहरा वाला, गोल्ड सूप और बर्दुबाई वाला, और दूसरा स्टेशन है सबका और ओल्ड सूप वाला, वो 24 आवर चालू है. ഇത്തരത്തിൽ ദുബായ് RTA കീഴിൽ 150ഓളം അബ്രകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നാട്ടിലെ പുഴയിലൂടെ ഒരു തോണിയാത്ര നടത്തിയ അനുഭവമാണ് ഈ അബ്രയിലൂടെ യാത്ര ചെയ്താൽ ലഭിക്കുക. വികസനത്തിന് ലോകത്തിന് മാതൃകയായ ദുബായ് പഴമയെയും അതേ തനിമയോടുകൂടി ചേർത്ത് നിർത്തുകയാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.